ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൈജഷൻ ഓഫ് ദ ഫുഡ് പ്രോഡക്ട്സ് ആണ് കണ്ടത്. പ്രധാനമായിട്ടും 3 ഫുഡ് ഐറ്റംസ്, ദാറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ്സ്. ആഫ്റ്റർ ദ ഡൈജഷൻ ഓൾ ദ കാർബോഹൈഡ്രേറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ് എക്സെട്ര. പിന്നെ കണ്ടത് പ്രോട്ടീൻസ് ആണ്. ആഫ്റ്റർ ദ ഡൈജഷൻ ഓഫ് ദ പ്രോട്ടീൻ all the proteins are converted into amino acids. Okay, then lipid items. After the digestion all the lipids are converted into fatty acid and glycerol. And you know, all the digestion completed in small intestine. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് അബ്സോർപ്ഷനാണ്. ആസ് യു നോ, in the small intestine for absorption process, what is the structure helps in absorption? Yes, it is villus. Villus in the wall of the small intestine helps in absorption. വില്ലസിൻ്റെ സ്ട്രക്ചർ നേരത്തെ സ്ലൈഡിൽ നോക്കിയിട്ട് പഠിക്കണം. വില്ലസ് എന്ന് പറഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ ട്രാൻസ്ഫർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വില്ലസിനകത്ത് ധാരാളം ഇൻറ്റസ്റ്റൈനൽ സെൽസ് ഉണ്ട്, അതിനകത്ത് ധാരാളം ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ വില്ലസിൻ്റെ ഏറ്റവും ഉള്ളിൽ ഒരു ലിംഫ് വെസൽ ഉണ്ട്, ലാക്റ്റിയൽ എന്ന് പറയുന്ന ലിംഫ് വെസൽ. വാട്ട് ഈസ് ദ നെയിം? ലാക്റ്റിയൽ. അപ്പം ഏറ്റവും പുറമേ ഇൻറ്റസ്റ്റൈനൽ സെൽസ് ഉണ്ട്, അതിനുള്ളിൽ ബ്ലഡ് വെസൽസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്. അതിൻ്റെ അകത്തായിട്ട് യു ക്യാൻ സി ദെർ ഈസ് എ ലിംഫ് വെസൽ, ദറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലാക്റ്റിയൽസ്. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ടാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്ന സാധനമാണ്. ദ ലുമൻ ഓഫ് ദ ഗട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻ്റെ ഉൾവശത്ത് എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ്? ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ്, പിന്നെ അമിനോ ആസിഡ്, ഡൈപെപ്റ്റൈഡ്, ട്രൈപെപ്റ്റൈഡ്, പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെ ഷോർട്ട് ഫാറ്റി ആസിഡ്സ്, പിന്നെ ലോങ് ചെയിൻ ഓഫ് ഫാറ്റി ആസിഡ്, മോണോഗ്ലിസറൈഡ്സ്, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് ഫുഡിൻ്റെ ഡൈജഷന് ശേഷം ഇൻറ്റസ്റ്റൈൻ്റെ ലുമനിൽ ഉണ്ടാവുക. അതിനുശേഷം ആ ഫുഡ് ഐറ്റംസ് ദെൻ ഇൻറ്റസ്റ്റൈൻ എവിടത്തേക്ക് പോകണം എന്നത്തെ പറഞ്ഞു? വില്ലസിൻ്റെ അകത്തേക്ക്. വില്ലസിൻ്റെ ഏറ്റവും പുറമേയുള്ള കവറിംഗ് ആണ് ഇൻറ്റസ്റ്റൈനൽ സെൽസ്. ഓക്കെ, ബ്രഷ് ബോർഡേഡ് ഇൻറ്റസ്റ്റൈനൽ സെൽസ് ആണുള്ളത്. അതിൻ്റെ അറ്റം ഇങ്ങനെ മൈക്രോ വില്ലസ് പോലെ മാറിയിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ബ്ലഡ് കാപ്പിലറീസ്. അപ്പോൾ ഇതാണ് ഡൈജഷൻ്റെ അബ്സോർപ്ഷൻ്റെ പ്രോസസ്സ്. Absorption is the transfer of end products of digestion from intestine to the circulatory fluid, blood and lymph. അബ്സോർപ്ഷനിലൂടെ വലിച്ചെടുക്കുന്ന ഫുഡ് അൾട്ടിമേറ്റ്ലി എവിടത്തേക്കാണ് എത്തേണ്ടത്? ബോഡി സെൽസിലേക്കാണ് എത്തേണ്ടത്. കോടാനുകോടി ബോഡി സെൽസിലേക്കാണ് ഫുഡ് ഐറ്റംസ് എത്തേണ്ടത്. ഇനി അബ്സോർപ്ഷൻ പൊതുവെ നമുക്ക് 2 ടൈപ്പായിട്ട് പറയാം. ദർ ആർ ടൈപ്സ് ഓഫ് അബ്സോർപ്ഷൻ: പാസീവ് അബ്സോർപ്ഷൻ, ആക്റ്റീവ് അബ്സോർപ്ഷൻ. ഓക്കെ, പാസീവ് അബ്സോർപ്ഷൻ 2 ഉണ്ട്, ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ. ഈ ഡിഫ്യൂഷൻ 2 ടൈപ്സ് കാണാം: സിമ്പിൾ ആൻഡ് ഫെസിലിറ്റേറ്റഡ്. ഇതാണ് അബ്സോർപ്ഷൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇവിടെ കാണിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ അബ്സോർപ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വില്ലസുകളാണ്. വില്ലസിൻ്റെ ഏറ്റവും പുറമെ നമുക്ക് ഇൻറ്റസ്റ്റൈനൽ സെൽസ് കാണാം. ഇൻറ്റസ്റ്റൈനൽ സെൽസിനകത്ത് നമുക്ക് ബ്ലഡ് കാപ്പിലറീസ് കാണാം, ബ്ലഡ് വെസൽസ് കാണാം. ബ്ലഡ് വെസൽസിൻ്റെയും ഏറ്റവും ഉള്ളിലായിട്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലിംഫ് വെസൽ അല്ലെങ്കിൽ ലാക്റ്റിയൽ എന്ന് പറയുന്ന ലിംഫ് വെസൽ കാണാം. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് അബ്സോർപ്ഷൻ 2: പാസീവ് അബ്സോർപ്ഷൻ, ആക്റ്റീവ് അബ്സോർപ്ഷൻ. പാസീവ് അബ്സോർപ്ഷനിൽ 2 ടൈപ്പ്: ഓസ്മോസിസ് ആൻഡ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ 2 ടൈപ്പ്: സിമ്പിൾ ഡിഫ്യൂഷൻ ആസ് വെൽ ആസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇനി പാസീവ് അബ്സോർപ്ഷനെ കുറിച്ചാണ് ആദ്യം. പാസീവ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട്. Absorption of nutrients from higher concentration to lower concentrated region without the expenditure of energy, that is what is called passive absorption. Definition ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി പറ്റണം. ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ഫ്രം ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ വിത്തൗട്ട് എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. ഊർജ്ജത്തിൻ്റെ സഹായം കൂടാതെ ആഹാര സാധനങ്ങൾ അവയുടെ ഗാഢത കൂടിയ സ്ഥലത്തു നിന്നും ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ്മെൻറ്റിനെയാണ് പാസീവ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, ആൻഡ് ഡിഫ്യൂഷൻ അബ്സോർപ്ഷൻ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ്. ഇപ്പോൾ വെള്ളത്തിന് ഓസ്മോസിസ് വഴി പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിഫ്യൂഷൻ വഴി പിന്നെ അബ്സോർബ് ചെയ്യും. നമുക്ക് കാണാം, ഇത് ഹയർ കോൺസെൻട്രേഷൻ റീജിയൻ ഇൻറ്റസ്റ്റൈൻ ലുമനിൽ, പിന്നെ ഇൻറ്റസ്റ്റൈൻ്റെ സെൽസിൻ്റെ ഭിത്തിയിലൂടെ ലോവർ കോൺസെൻട്രേറ്റഡ് ഏരിയയിലേക്ക് പോകുന്നു. ഓക്കെ, അതുപോലെ തന്നെ
ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫുഡ് ഐറ്റംസ് ഹയർ കോൺസെൻട്രേറ്റഡ്, ഇത് ഇൻഡസ്റ്റൈൻ്റെ സെൽസിൻ്റെ ഭിത്തി, അതിനകത്തൂടെ ചില തന്മാത്രകളുടെ ഹെൽപ്പിൽ സഹായത്താൽ ഫുഡ് ഐറ്റംസ് ഇൻഡസ്റ്റൈനൽ സെൽസിലേക്ക് കടക്കുന്നതിനെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫെസിലിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും സഹായത്താൽ, ഒരു സെൽസിൻ്റെ ഭിത്തിയിലുള്ള സെൽ മെംബ്രെയിനിൽ പ്രോട്ടീൻസോ മറ്റ് ഐറ്റംസോ ഉണ്ടാവും. ആ ഐറ്റംസ് ഫുഡ് പാർട്ടിക്കിൾസിനെ വലിച്ച് ക്യാരി ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. രണ്ടും കൂടെ ചേർന്നിട്ടാണ് പാസീവ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പാസീവ് അബ്സോർപ്ഷനെ കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ. ഡിഫ്യൂഷൻ 2 ടൈപ്സ്. ഒന്ന് സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താ കാണുന്നത്, മോളിക്യൂൾസ് അലോൺ ക്യാൻ ബി ഡിഫ്യൂസ്ഡ്. ഫോർ എക്സാമ്പിൾ സ്മോൾ എമൗണ്ട് ഓഫ് മോണോസാക്കറൈഡ്സ് ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, ഇലക്ട്രോലൈറ്റ്സ്, കാൽഷ്യം അയോൺസ് അല്ലെങ്കിൽ ക്ലോറൈഡ് അയോൺസ് എക്സെട്ര, അവയെല്ലാം ഒരു അതിൻ്റെ ഗാഢത കൂടിയ ഹയർ കോൺസെൻട്രേഷൻ ടു ഗാഢത കുറഞ്ഞ ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ ഈ ഫുഡ് ഐറ്റംസ് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. എന്നാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ്. സെൽഭിത്തിയിലുള്ള പ്ലാസ്മ മെംബ്രെയിനിലുള്ള ചില കാരിയർ പ്രോട്ടീനുകൾ ഈ ഫുഡിനെ എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കും. അപ്പോൾ അത്തരം ഡിഫ്യൂഷനെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫുഡ് ഐറ്റംസ് ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് തുടങ്ങിയവയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴി പോകുന്നത്. അപ്പം സിമ്പിളും ഫെസിലിറ്റേറ്റും വ്യത്യാസം മനസ്സിലായി. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഫുഡ് ഐറ്റംസ് മാത്രം ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക. ഫെസിലിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ ദ ഫുഡ് ഐറ്റംസ് മൂവ് ഫ്രം വൺ ഏരിയ ടു അനദർ ഏരിയ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൻ കാരിയർ മോളിക്യൂൾസ് ലൈക്ക് പ്രോട്ടീൻസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ്. പിന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷനാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ഐറ്റംസ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. പിന്നെ പാസീവ് അബ്സോർപ്ഷൻ വഴി ഫുഡെല്ലാം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ ഫുഡ് അളവ് കുറവായിരിക്കും, എന്നാലും അളവ് ഉണ്ട്, കുറവായിരിക്കും. അപ്പോൾ അത് ഫുഡ് ഐറ്റംസ് കൂടിയ സെൽസിനകത്തേക്ക് എങ്ങനെ എത്തും, ബാക്കിയുള്ള ഫുഡിൻ്റെ കൂടെ പോകണമെങ്കിൽ ലോവർ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷൻ ഫുഡ് പോകണമെങ്കിൽ വി നീഡ് എനർജി. അപ്പം അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഫ്രം ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ എങ്ങനെയാണ്, ഇറ്റ് നീഡ്സ് എനർജി. ഫോർ എക്സാമ്പിൾ അബ്സോർപ്ഷൻ ഓഫ് അമിനോ ആസിഡ്, മോണോസാക്കറൈഡ് ലൈക്ക് ഗ്ലൂക്കോസ്, ഇലക്ട്രോലൈറ്റ്സ് എക്സെട്ര മൂവ് ഫ്രം ലോവർ ടു ഹയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആക്റ്റീവ് അബ്സോർപ്ഷൻ. ഓക്കെ, അബ്സോർപ്ഷനിൽ നേരത്തെ പറഞ്ഞു ഡൈജഷൻ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഡൈജഷൻ കൊഴുപ്പിൻ്റെ ഡൈജഷനാണ്. എന്തുകൊണ്ടാണ് കൊഴുപ്പിൻ്റെ ഡൈജഷൻ ബുദ്ധിമുട്ടാവാൻ കാരണം, ബിക്കോസ് ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, സോ എൻസൈംസ് യൂഷ്വലി കനോട്ട് ആക്ട്. അപ്പം അവിടെ ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നത്, ഫാറ്റിനെ ദഹിപ്പിക്കണമെങ്കിൽ ആദ്യം ലിപ്പിഡ്സ് വെള്ളത്തിൽ ലയിക്കുന്ന വാട്ടർ സോലുബിൾ ഫോമായിട്ട് മാറണം. ഇത് ചെയ്യുന്ന ആരാണ്, ബൈലാണ്, ബൈൽ സാൾട്ടുകളാണ്. ആ പ്രോസസ് എന്താ വിളിക്കുക, ഇമൾസിഫിക്കേഷൻ. അങ്ങനെയാണ് ലിപ്പേസ് എൻസൈംസ് അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡൈജഷനിലുള്ള ബുദ്ധിമുട്ട് പോലെ തന്നെ കൊഴുപ്പിനെ വലിച്ചെടുക്കുന്നതിലും അബ്സോർപ്ഷനിലും വലിയ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അബ്സോർപ്ഷൻ ഓഫ് ലിപ്പിഡ്. ലിപ്പിഡ് അവസാനം എന്തായി മാറുന്നു, മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ്, ഫാറ്റി ആസിഡ് ഒക്കെ ആയിട്ടാണ് അവസാനം മാറുക. കനോട്ട് ബി അബ്സോർബ്ഡ് ഡയറക്ട്ലി ആസ് ദേ ആർ വാട്ടർ ഇൻസോലുബിൾ. സെൽഭിത്തിയിലൂടെ വേണം അവ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി, സെൽസിനകത്തേക്ക് കടക്കാൻ. അപ്പം സെൽഭിത്തിയിലൂടെ കടക്കണമെങ്കിൽ അവ വെള്ളത്തിൽ ലയിക്കുന്ന രൂപത്തിൽ അല്ല ഉള്ളത്. അപ്പോൾ അതിനെ എന്താക്കണം, ഇവിടെയും ബൈൽ സാൾട്ട് ആൻഡ് ഫോസ്ഫോലിപ്പിഡ്സ് കൺവേർട്ടഡ് ദം ഇൻ ടു സ്മോൾ സ്പെറിക്കൽ വാട്ടർ സോലുബിൾ ഡ്രോപ്ലെറ്റ്സ് കോൾഡ് മിസെല്ലസ്. ഈ ദഹിക്കാത്ത കൊഴുപ്പ് നിർമ്മിത ഫുഡ് ഐറ്റത്തിന് വീണ്ടും ചെറിയ വാട്ടർ സോലുബിൾ ഫോംസ് ആക്കി മാറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് മിസെല്ലസ് എന്ന് വിളിക്കും. മിസെല്ലസ് ദേ ആർ റീഫോംഡ് ഇൻ ടു സ്മോൾ പ്രോട്ടീൻ കോട്ടഡ് ഫാറ്റ് ഗ്ലോബ്യൂൾസ്, ഖൈലോമൈക്രോൺസ്. ദേ ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ലാക്റ്റിയൽസ് ആൻഡ് വില്ലസ്. അപ്പോൾ അങ്ങനെ ഈ മിസെല്ലസ് രൂപത്തിലാണ് ഇൻഡസ്റ്റൈനൽ ലുമനിൽ നിന്നും ഈ ഫുഡ് ഐറ്റംസ് ഇൻഡസ്റ്റൈനൽ സെൽസിലേക്ക് എത്തുന്നത്. ഇൻഡസ്റ്റൈനൽ സെൽസിൽ നിന്നും ഈ ഫുഡ് പിന്നീട് അങ്ങോട്ടേക്കാണ് പോകുന്നത്, ബ്ലഡിലേക്കല്ല പോവുക, മറിച്ച് ലാക്റ്റിയിലേക്കാണ് പോവുക. ഇൻഡസ്റ്റൈനൽ ലുമനിൽ നിന്നും ബ്ലഡിലേക്കല്ല ലാക്റ്റിയിലേക്കാണ് പോവുക. ലാക്റ്റിയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, ലാക്റ്റിയിലേക്ക് പോകണമെങ്കിൽ ഇൻഡസ്റ്റൈനൽ സെൽസിൽ വെച്ചിട്ട് ഈ മിസെല്ലസ് എന്ന് പറയുന്ന സാധനങ്ങൾ റീഫോംഡ് ഇൻ ടു സ്മോൾ പ്രോട്ടീൻ കോട്ടഡ് ഫാറ്റ് ഗ്ലോബ്യൂൾസ്. അതിന് വിളിക്കുന്ന പേരാണ് ഖൈലോമൈക്രോൺസ്. ഈ ഖൈലോമൈക്രോൺസ് ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ലാക്റ്റിയൽസ് ഇൻ ദ വില്ലസ്. ഫ്രം ദ ലിംഫും ഖൈലോമൈക്രോൺസ് എൻറ്റർ ഇൻ ടു ബ്ലഡ്. ലിംഫിൽ നിന്നും പിന്നീട് ഖൈലോമൈക്രോൺസ് ബ്ലഡിലേക്ക് പിന്നീട് പോകും. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്
ലിപ്പിഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ. അബ്സോർപ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി എലിമെൻ്ററി കനാൽ. നമുക്ക് ഓരോ എലിമെൻ്ററി കനാലിൻ്റെ ഓരോ ഭാഗത്തിനും ചെറിയ തോതിൽ അബ്സോർപ്ഷന് കഴിയും. മൗത്തിലൂടെ സർട്ടൻ ഡ്രഗ്സ് അബ്സോർബ് ചെയ്യും. സ്റ്റൊമക്കിലൂടെ വാട്ടർ, സിമ്പിൾ ഷുഗർ, ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്സോർബ് ചെയ്യും. സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെ ഓൾ ദി ന്യൂട്രിയൻസ് ഇൻക്ലൂഡിങ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. ലാർജ് ഇൻറ്റസ്റ്റൈനിലും അബ്സോർപ്ഷൻ നടക്കും. വാട്ടർ, സം അതർ മിനറൽസ് ആൻഡ് ഡ്രഗ്സ്. അപ്പം എലിമെൻ്ററി കനാലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലൂടെ അബ്സോർപ്ഷൻ നടക്കും എന്നാണ് പറയുന്നത്. Okay, absorption in different parts of the body. Small intestine is the chief area of the absorption due to the presence of villus. നേരത്തെ പറഞ്ഞു, it increases the surface area of the absorption. It's greater length, വലിയ നീളമുണ്ട്. കാരണം നീളമുള്ള ഇൻറ്റസ്റ്റൈൻ ഇങ്ങനെ ചുരുങ്ങി മടങ്ങിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് വളരെ സാവധാനത്തിലൂടെ ഇൻറ്റസ്റ്റൈനിലൂടെ കടന്നു പോകുള്ളൂ. അതുകൊണ്ട് അബ്സോർപ്ഷന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കിട്ടും. കോയിൽഡ് നേച്ചർ, ഇതൊക്കെ ഇൻറ്റസ്റ്റൈനിന് അബ്സോർപ്ഷനുള്ള ചില പ്രത്യേകതകളാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു അബ്സോർപ്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ ടിഷ്യൂ ഫോർ ദർ ആക്ടിവിറ്റീസ്. ഇറ്റ് ഈസ് കോൾഡ് അസിമിലേഷൻ. അങ്ങനെ ഫുഡ് ഐറ്റംസ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വലിച്ചെടുത്ത് സെൽസിലൂടെ ലാക്റ്റിയൽസിലൂടെ പോയിട്ട് അവസാനം സെൽസിലേക്കാണ് എത്തുക. നമ്മുടെ കൊടാനുകൂടി സെൽസിലേക്കാണ് എത്തുക. അവിടെ വെച്ചിട്ട് എന്തിനാണ് അത് അവരുടെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിലേക്ക് പങ്കെടുക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് അസിമിലേഷൻ. പിന്നെയോ എല്ലാ ഫുഡും വലിച്ചെടുക്കില്ല. അൺഡൈജസ്റ്റഡ് സബ്സ്റ്റൻസ് ഉണ്ടാവും. ലൈക്ക് പ്ലാന്റ് ഫൈബേഴ്സ്, ഡെഡ് ബാക്ടീരിയസ് എക്സെട്ര ഫോംസ് ഫീസസ്, മലമായിട്ട് മാറും. ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ സീക്കം ത്രൂ ദ ഇലിയോസീക്കൽ വാൾവ്. സീക്കത്തിലൂടെ സീക്കം എന്ന് പറഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ, വിച്ച് പ്രിവെൻറ്റ് ബാക്ക് ഫ്ലോ ഓഫ് ദ ഫീസസ്. അങ്ങനെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും അൺഡൈജസ്റ്റഡ് പാർട്ട് അല്ലെങ്കിൽ ഫീസസ് സീക്കത്തിലൂടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്നു. അത് പിന്നീട് തിരിച്ചു പോകില്ല. ഫീസസ് ആർ ടെമ്പററിലി സ്റ്റോർഡ് ഇൻ റെക്റ്റം. ഈ ഫീസസ് പിന്നീട് റെക്റ്റം മലാശയത്തിൽ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യും. ആൻഡ് ആർ എലിമിനേറ്റഡ് ത്രൂ ദ ആനസ്. ഇറ്റ് ഈസ് കോൾഡ് ഇജഷൻ. അങ്ങനെ ആനസിലൂടെ പുറത്തേക്ക് പോകും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇജഷൻ അല്ലെങ്കിൽ ഡിഫിക്കേഷൻ എന്ന് പറയും. ഡെഫിക്കേഷൻ. ഓക്കെ, ഇത്രയാണ് അബ്സോർപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ അബ്സോർപ്ഷൻ രണ്ട് തരത്തിൽ, പാസീവ് അബ്സോർപ്ഷൻ, ആക്റ്റീവ് അബ്സോർപ്ഷൻ. പാസീവ് അബ്സോർപ്ഷനിൽ എനർജിയുടെ സഹായമില്ല, ആക്റ്റീവ് അബ്സോർപ്ഷനിൽ ഊർജ്ജത്തിൻ്റെ സഹായത്തിൽ. ബാക്കിയുള്ള കാര്യങ്ങൾ അതുപോലെ പഠിച്ചു. ഇത്തിരി ബുദ്ധിമുട്ട് ഫാറ്റിൻ്റെ അബ്സോർപ്ഷനിലാണ്. അവിടെ രണ്ട് ടേംസ് പഠിച്ചു. ഒന്ന് മിസെല്ലസ് എന്ന് പറയുന്ന ഫോംസ്, മറ്റൊന്ന് കൈലോ മൈക്രോൺസ് എന്ന് പറയുന്ന ഫോംസ്. ഓക്കെ, ഈ ഫുഡ് ഐറ്റത്തിൽ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് പോലുള്ള ഘടകങ്ങളൊക്കെ ബോഡിയിലൂടെ